നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ഇന്നലെ വീണ്ടും ഒരു പ്രമോ വന്നിട്ടുണ്ട്. നമ്മുടെ ഗോപിക ഉൾപ്പെടുന്ന കോമണേഴ്സ് എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രമോ വന്നിട്ടുണ്ട്. അതിൽ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് ഈ പറയുന്ന 3 മിനിറ്റിന്റെ താഴെയുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ ആരാണ്, എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം. അത് എങ്ങനെ അപ്ലോഡ് ചെയ്യണം, എന്തൊക്കെ അതിനകത്ത് പറയണം, എങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യണം, അതിനേക്കാൾ ഉപരി ഒരു രഹസ്യമായി ആദ്യമേ പറയാം. ഇത്തവണ ഒരു കോമണറെ ജയിക്കത്തുള്ളൂ എന്നുള്ളതാണ്. ഇത്തവണ എഴുതി വെച്ചോ, 99.9% ഒരു കോമണറെ ഇത്തവണ ജയിക്കത്തുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോമണർക്ക് ഇപ്രാവശ്യം ഒരു അടിപൊളി അവസരമാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഒരു കോമണർ ജയിക്കത്തുള്ളൂ എന്ന് പറയാനുള്ള കാരണം, ഒന്നാമത് നമ്മൾ അറിയുന്നത് ഷോ മേക്കേഴ്സിന് ഇപ്രാവശ്യം ഒരു കോമണറെ ജയിപ്പിക്കണമെന്നാണ് താല്പര്യമെന്ന്. രണ്ടാമത്, ഈ കോമണർ ഇപ്പോൾ എടുക്കുന്ന രീതി, ഇപ്പോൾ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഒരു സംഭവം വഴിയാണ് കോമണറെ എടുക്കുന്നത്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എന്താണ്, നമ്മൾ ഇതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യും, അവരെ വിളിക്കും, അവർ 1-2 ഇന്റർവ്യൂസ് കാണും, പിന്നെ അതിനുശേഷം സോർട്ട് ചെയ്ത് 1-2 പേരെ എടുക്കും. അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ ഇതേപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യണം, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇവരെ വിളിച്ചതിന് ശേഷം അവർ 10-40 പേരെയൊക്കെ സെലക്ട് ചെയ്യുമെന്ന് പറയുന്നു. ഈ 40-40 വരെ കൊണ്ട് അവരൊരു ഷോ നടത്തുന്നു. അതിന്റെ പേരാണ് അഗ്നിപരീക്ഷ. ഈ അഗ്നിപരീക്ഷ എന്ന് പറയുന്നത് ഏതാണ്ട് 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. അത് ഹോട്ട്സ്റ്റാറിൽ എന്ത് ചെയ്യും, ടെലികാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതിനർത്ഥം 3 ആഴ്ച നിങ്ങളെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. 3 ആഴ്ച നിങ്ങളെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നതിനേക്കാൾ ഉപരി ഇതിൽ വിന്നാവുന്ന ഒരാളുണ്ടല്ലോ. ഇതിൽ വിന്നാകുന്ന ഒരാള് ബിഗ് ബോസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവുകയും, അല്ലെങ്കിൽ ഒരു 5 പേരോ 6 പേര് ബിഗ് ബോസിന് ഡയറക്റ്റ് ആയിട്ട് പോകുമ്പോൾ ഇവര് ഓൾറെഡി ഒരു ഫാൻ ബേസുമായിട്ടാണ് പോകുന്നത് എന്നുള്ളത് വളരെ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ് എന്നുള്ളതാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കോമണർ നമ്മളെ കാണുന്നത് അന്ന് തന്നെയാണ്. ഗോപിക ഉൾപ്പെടെയുള്ള കോമണർക്ക് പ്രേക്ഷകർ സ്വാഭാവികമായിട്ട് ഒരു പിന്തുണ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. സാധാരണക്കാർ എങ്ങനെയെങ്കിലും ജയിച്ചു വരട്ടെ, സെലിബ്രിറ്റിക്കാരെയൊക്കെ അടിച്ചു താഴ്ത്തിട്ട് സാധാരണക്കാർ ജയിച്ചു വരട്ടെ എന്നൊരു ആഗ്രഹം പ്രേക്ഷകരിൽ കൂടുതലാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കോമണേഴ്സിന് ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം, അനീഷ് എന്ന് പറയുന്ന കോമണർ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു അല്ലേ. വളരെ പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആരൊക്കെ ആയാലും ശരി തന്നെയാണ്, കോമണറായിട്ട് വരുന്ന ഗോപിക ആയിക്കോട്ടെ, കോമണറായിട്ട് വരുന്നവർക്ക് ഒരു പ്രേക്ഷക പിന്തുണ ഉണ്ട് എന്നുള്ളത് സത്യമാണ് എന്നുള്ളതാണ്. അപ്പോ ഇവിടെ സംഭവിക്കുന്നത്, പണ്ടാണെങ്കിൽ തന്നെ ഫാൻ ബേസ് ഇല്ല, അവിടെ വന്നതിന് ശേഷമാണ് അവർ ഫാൻസിനെ ഉണ്ടാക്കാനുള്ളത്. ഇപ്പൊ ഇവിടെ ഈ പറയുന്ന അഗ്നിപരീക്ഷ എന്ന് പറയുന്ന സംഭവം ചെയ്യുമ്പോൾ തന്നെ ഒരു 3 ആഴ്ച കൂടുന്ന വളരെ ത്രില്ലടിപ്പിക്കുന്ന പിന്നെ ടാസ്കുകളായിരിക്കും അതിനകത്ത്. അതായത് ഈ ബിഗ് ബോസ് 8-നേക്കാളും നല്ല രീതിയിൽ നമുക്ക് ആകുന്ന പല സംഭവങ്ങളും അതിനകത്ത് ഉണ്ടാവും. പല വൺ ടാസ്കുകളാണ്. നമ്മുടെ മുടി വെട്ടുക, മറ്റതെടുക്കുക, അങ്ങനെ ഒരുപാടുണ്ട്. ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുക, അങ്ങനെ ഒരുപാട് ടാസ്കുകളുണ്ട്. അപ്പൊ അതുവഴി ഇവർക്കൊരു സ്വാഭാവിക ഫാൻ ബേസ് ഉണ്ടാകും. അതോടുകൂടിയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ബിഗ് ബോസിന് അകത്തേക്ക് പോകുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെലിബ്രിറ്റി ആയിട്ടാണ് ഇവർ ഈ ബിഗ് ബോസ് സീസൺ 8-ലേക്ക് കടക്കുന്നത് എന്നുള്ളത് കൊണ്ട് പൊതുവെ കോമണർ ജയിക്കണമെന്നൊരു ആഗ്രഹം ഈ പ്രേക്ഷകരിൽ കൂടുതലായതുകൊണ്ടും ഈ പ്രാവശ്യം കോമണറെ ജയിക്കത്തുള്ളൂ എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഈ ഒരു അഗ്നിപരീക്ഷ പരീക്ഷിച്ചത് നമ്മുടെ തെലുങ്കിലാണ്. ആ തെലുങ്കിൽ ഇതുപോലെ ജയിച്ചു വന്ന അയാളായിരുന്നു ടൈറ്റിൽ വിന്നറായത്. മനസ്സിലായോ? അതുകൊണ്ട് ഇപ്രാവശ്യം കോമണർക്ക് നല്ലൊരു അവസരമുണ്ട് എന്നുള്ളത് പക്കയാണ്. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ എഴുതി വെച്ചോ, എന്താണ്, കോമണർ ഈ വട്ടം ജയിക്കത്തുള്ളൂ എന്നുള്ളത്. ഇനി എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നുള്ളതാണ്. ഇന്നലത്തെ ആ പ്രൊമോയിൽ അവരൊരു ലിങ്ക് തന്നിട്ട്, ഇല്ലാത്തവർക്കാണ് ഞാൻ ലിങ്ക് ഇവിടെ കൊടുക്കാം. ആ ലിങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, അവരുടെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമിലേക്ക്, അതായത് അവരുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോകുക. എന്നിട്ട് അതിലെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും നൽകുക. തുടർന്ന് ഫോണിൽ ഒരു OTP വരും. അത് കൃത്യമായി സൈറ്റിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. വിവരങ്ങൾ പൂരിപ്പിക്കുക. എന്തൊക്കെ വിവരങ്ങൾ വെച്ചാൽ അപേക്ഷാ ഫോമിൽ നിങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങളും സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ലിങ്കുകളും ആവശ്യമാണെങ്കിൽ നൽകുക. നിങ്ങൾ ഏതെങ്കിലും ഇപ്പം ഇൻസ്റ്റയിൽ ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക്, യൂട്യൂബർ ആണെങ്കിൽ അതിന്റെയൊക്കെ ലിങ്ക്, അതൊന്നും ഇല്ലെങ്കിൽ വേണ്ട, അത് കൊടുക്കുക. എന്നിട്ട് അവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക്, ഒരു സ്ഥലം കാണും. അത് സെലക്ട് ചെയ്തിട്ട് വീഡിയോ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെ, മനസ്സിലായ? അപ്ലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻട്രോ വീഡിയോ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് ഇത് കൺഫർമേഷൻ വരണ വരെ എന്ത് ചെയ്യുക,
അതിലൊരു കണ്ടീഷൻ, ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്, അതൊക്കെ ടിക്ക് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ അമർത്തുക. എന്നിട്ട് അതൊരു കൺഫർമേഷൻ വരും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 3 മിനിറ്റിന് താഴെയുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ളത്. 3 മിനിറ്റിന് താഴെയുള്ള ഒരു വീഡിയോ. ഓക്കെ, 3 മിനിറ്റ്. അപ്പോൾ ഇത് എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നുള്ളതാണ്. മെയിൻ ആയിട്ട് നിങ്ങൾ ഫോണ് ഹൊറിസോണ്ടലാക്കി വെച്ചെടുക്കുക. ഇങ്ങനെ വെച്ചാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. വളരെ വെട്ടം, നല്ല വെട്ടമുള്ള സ്ഥലത്ത്, വേറെ ശബ്ദങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ ക്വയറ്റായിട്ട്, വളരെ ഭംഗിയായിട്ട്, ശബ്ദശുദ്ധിയോടുകൂടി നിങ്ങളത് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? വളരെ കോൺഫിഡൻസോട് കൂടി ശ്രമിക്കുക. അഭിനയം പാടില്ല. അതുമല്ല മറ്റാരെങ്കിലും കണ്ട് അതിനെ അനുകരിക്കാനും പാടില്ല എന്നുള്ളതാണ്. ആദ്യത്തെ 30 സെക്കൻഡ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ സമയത്ത് പിടിച്ചിരുത്തുക. ആ 30 സെക്കൻഡ് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വീഡിയോ എന്താണ്, നിങ്ങളുടെ ഈ വീഡിയോയിൽ എന്തോ കഴമ്പുണ്ട്, അങ്ങോട്ട് കാണണമെന്ന് അവർക്ക് തോന്നും. കാരണം ലക്ഷക്കണക്കിന് അപേക്ഷകൾ വരും. നിങ്ങളുടെ തുടക്കം തന്നെ പാളിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവരത് ശ്രദ്ധിക്കുക പോലുമില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് നമ്മൾ നോർമൽ പറയുന്നത് എങ്ങനെയാണ്? നോർമൽ പറയുക, എൻ്റെ പേര് രാജേഷ്, ഞാനൊരു ഇന്നതാണ്, പിന്നെ ഞാൻ ഇവിടെ നിന്ന് വരുന്നു. അതാണ് നമ്മൾ നോർമൽ പറയുന്നത്. അതിനെക്കാട്ടി വേറെ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ്. അതായത് അതെങ്ങനെയാ പറഞ്ഞു? എന്തെങ്കിലും ഒരു വെറൈറ്റി ആദ്യം പറയുന്നത്. തുടക്കം ഈ നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാതെ തുടക്കം എന്തെങ്കിലും ഒരു പഞ്ച് ഡയലോഗോ അങ്ങനെ എന്തെങ്കിലും ഇട്ടതിന് ശേഷം ഇതൊക്കെ പറയണം. ഇട്ടതിന് ശേഷം ഞാൻ ഇന്ന ആളാണ്, എനിക്ക് ഇത്ര വയസ്സ്, ഞാൻ ഇന്നത് ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ അത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുക എന്നുള്ളതാണ്. ഇനി അതിനുശേഷം ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ കഴിവുണ്ട് എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഡാൻസർ ആണെങ്കിൽ ഡാൻസർ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിവുണ്ടോ അതെടുത്ത് പറയും. പിന്നെ ചില വിഷയങ്ങളിൽ എന്തുകൊണ്ട് നിങ്ങളിപ്പം പ്രത്യേകിച്ച് എല്ലാ ഇന്റർവ്യൂസിലും ആൾക്കാർ അവിടെയുള്ള ജഡ്ജസ് ചോദിക്കുന്ന ഒരേ ക്വസ്റ്റ്യൻ, കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, നിങ്ങൾ എന്തിന് ബിഗ് ബോസിൽ വരുന്നു? ഉടനെ ഞാൻ സെലിബ്രിറ്റി ആകാൻ പോയിട്ട് അങ്ങനെ ഒന്നും പറയാൻ നിൽക്കരുത്. താങ്കൾക്ക് എന്തെങ്കിലും ഒരു ആശയം പ്രേക്ഷകരോട് പറയാനുണ്ടെങ്കിൽ താങ്കൾ ഒരു LGBTQ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ആശയം പറയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു പുരുഷ സ്നേഹിയാണ്, എനിക്ക് സ്ത്രീകളെ വെറുപ്പാണ്, അത് നിങ്ങളുടെ ഇതാണ്. നിങ്ങൾ എന്താണ് അവിടെ പ്രേക്ഷകരിലേക്ക് കൊടുക്കാൻ പോകുന്നത്? അതായത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാധനം പറയാൻ വേണ്ടി കള്ളമായിരിക്കരുത്, അത് അവിടെ പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ്. അത് പറയുക. നിങ്ങൾ ബിഗ് ബോസിൽ വന്നാൽ എന്ത് കൊടുക്കും എന്നുള്ളത്. ഞാൻ ഉടനെ ചാടിക്കരുത് എനിക്ക് സെലിബ്രിറ്റി ആകണം എന്ന് പറയും. എനിക്കിങ്ങനെ ഒരു ആശയമുണ്ട്, ഇതെനിക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഇമ്പാക്ട് കിട്ടും എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ കഴിവ് എന്താണ്? നിങ്ങൾ ബിഗ് ബോസിൽ വന്നാൽ നിങ്ങൾ ഈ പറയുന്ന പ്രേക്ഷകർക്ക് എന്ത് കൊടുക്കും, എന്ത് എന്റർടൈൻമെന്റ് ആണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്, ഇത് പറയുക എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെയുള്ളതെന്ന് വെച്ചാൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക എന്നുള്ളത്. വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക, വിൽക്കാതിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് വിൽക്കാതിരിക്കുക. വേണമെങ്കിൽ പോയിന്റുകളൊക്കെ ഒരു സൈഡിൽ എഴുതി വെച്ചതിന് ശേഷം പറയുക. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിൽറ്ററോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യരുത്. ഒരു കാര്യവും ചെയ്യാതെ വളരെ ക്വയറ്റായിട്ട് വേറെ വെളിയിൽ നിന്നുള്ള ഒരു സൗണ്ടും കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ വേണം അപ്ലോഡ് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കുന്നവരൊക്കെ തുടക്കം വളരെ ഈ പറയുന്ന ഒരു ഇമ്പാക്ട്, തുടക്കം തന്നെ നിങ്ങളൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുത്താൽ നിങ്ങളുടെ ഈ പറയുന്ന 1.5-3 മിനിറ്റുള്ള ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. 3 മിനിറ്റ് അവരെ പിടിച്ചിരുത്തുക എന്നുള്ളതാണ്. ഈ പറയുന്ന ജഡ്ജസിനെ 3 മിനിറ്റ് പിടിച്ചിരുത്തുക. ഇവൻ ആള് കൊള്ളാം, സംസാരിക്കാനുള്ള കഴിവുണ്ട്, ഇവൻ വന്നാൽ ഇവിടെ പൊളിക്കുമെന്ന് അവർക്ക് തോന്നും. ആദ്യമേ നിങ്ങൾ പഴഞ്ചൻ പരമ്പരാഗത രീതി പോലെ എൻ്റെ പേര് രാജേഷ്, ഞാൻ ഇവിടെ താമസിക്കുന്നു, എനിക്ക് ഇന്നാണ് വേണ്ടത്, എനിക്ക് അവിടെ വന്നിട്ട് പ്രശസ്തി ഉണ്ടാക്കണം, എനിക്ക് ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കുറെ കാലങ്ങളായിട്ട് കാണാറ്, അങ്ങനെയുള്ള ക്ലീഷേ ഡയലോഗുകളൊന്നും അടിക്കരുത്. അങ്ങനെയൊന്നും വ്യത്യസ്തമായിട്ട് തുടക്കം തന്നെ എന്തെങ്കിലും ഒരു പഞ്ച് ഡയലോഗ് പറഞ്ഞുകൊണ്ട് വളരെ നാച്ചുറലായിട്ട് പഠിച്ചു വേണമെങ്കിൽ പറഞ്ഞു, പക്ഷെ അവർക്കത് നിങ്ങൾ പഠിച്ചാണ് പറയുന്നതെന്ന് അവർക്ക് തോന്നരുത്. മനസ്സിലായി? അത്രയും നാച്ചുറലായിട്ട് പറയണം. അതൊരു അഭിനയമാണെന്ന് അവർക്ക് തോന്നരുത്. നാടക ഡയലോഗുകളോ അവർക്ക് ഒരു അഭിനയമാണെന്നോ അവർക്ക് തോന്നും. വളരെ സ്പഷ്ടം, വളരെ കോൺഫിഡൻസോടുകൂടി പറയുക, ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എനിക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്, മറ്റുള്ളവരെ അപേക്ഷിച്ച് ഞാൻ അവിടെ വന്നാൽ ഞാൻ എന്തൊക്കെ ചെയ്ത് കാണിക്കാം, ഞാൻ എന്തൊക്കെ ചെയ്യും എന്നൊക്കെ പറയണം. അപ്പൊ അവർക്കൊരു ശരി, ഇതുവരെ ചെയ്യാത്തൊരു കേസ്, ഇവർ പറയുന്ന ഒരു ആശയം ഇതുവരെ ആരും സമൂഹത്തിനോട് പറയാത്ത ഒരു ആശയമാണ്, അതിവിടെ വരുമ്പോൾ അതൊരു കോൺട്രവേഴ്സി ഉണ്ടാവാം, അതൊരു അടി ഉണ്ടാവാം. അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് ഞാൻ ഇവിടെ വന്നല്ലെങ്കിൽ ഒരു ലവ് കോംബോ ഉണ്ടാക്കും, ഉറപ്പായിട്ട് ഞാൻ ഒരു ലവ് കോംബോ ഉണ്ടാക്കും, അതുവഴി അങ്ങനെ അതൊക്കെ പറയുമ്പോൾ ഇവർക്ക് ലവ് കോംബോ ഉണ്ടാക്കണം, അതൊക്കെയാണ് ഇവരുടെ ഇഷ്ടം എന്നുള്ളതാണ്. അപ്പൊ താങ്കളുടെ പേഴ്സണാലിറ്റി, താങ്കൾ ആരാണ്, താങ്കളുടെ രൂപം അനുസരിച്ചിട്ടുള്ള സ്വഭാവ ഗുണങ്ങൾ പറയുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വളരെ വ്യക്തമായിട്ട് മലയാളത്തിൽ സംസാരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടി ഇംഗ്ലീഷ് തേങ്ങയൊന്നും കയറ്റിക്കൊണ്ട് വരരുത്.
കൃത്യമായിട്ട് നല്ല മലയാളത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ വന്നാൽ എന്ത് ചെയ്യും, എന്താണ് എന്റെ കോൺട്രിബ്യൂഷൻ, വ്യത്യസ്തമായിട്ട് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത്, താങ്കളുടെ കഴിവ്, മറ്റാർക്കും ഇല്ലാത്ത കഴിവ് താങ്കൾക്ക് എന്തുണ്ട്, അതൊക്കെ ഒരു 3 മിനിറ്റിന്, എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും 2 മിനിറ്റിന് താഴെ വരാൻ പാടില്ല. എങ്ങനെ പോലും ഇത്രയും പറയുമ്പോൾ തന്നെ ഒരു 3 മിനിറ്റ് ആവും, 3 മിനിറ്റിന് മുകളിലോട്ട് പോകാൻ പാടില്ല. ഇത് അപ്ലോഡ് ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങളെ വിളിച്ചിരിക്കും. മറ്റൊരു കേസ്, നിങ്ങൾ ഇനി സെലക്ട് ചെയ്തില്ല എന്ന് കരുതിക്കോ, എങ്കിലും നിങ്ങൾ സെലിബ്രിറ്റികളാവും എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന അഗ്നി പരീക്ഷ എന്ന് പറയുന്ന സ്ഥാനത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ തന്നെ 3 ആഴ്ച, ഏതാണ്ട് 1 മാസത്തോളം ആൾക്കാർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടും, നിങ്ങളുടെ ഒരു റീച്ച് കൂടും, ഇന്നൊരാളാണ്, ഇതിൽ വന്ന ഒരാളാണ് എന്നുള്ളൊരു ഐഡന്റിറ്റി കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും നിങ്ങൾ പാഴാക്കി കളയരുത്. നല്ല പ്രിപ്പറേഷനോട് വേണ്ടി ആയിരിക്കണം വീഡിയോ അപ്ലോഡ് ചെയ്യാതെ ചുമ്മാ കണാകുണ വീഡിയോ അപ്ലോഡ് ചെയ്യരുത്. വളരെ രീതിയിൽ എന്തൊക്കെ രീതിയിൽ എങ്ങനെ നമുക്ക് ഇംപ്രസ് ചെയ്യാൻ, ഒന്നൊക്കെ ഷൂട്ട് ചെയ്ത് പറഞ്ഞു ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടോ മാറ്റോ, വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനൊന്നും പ്രശ്നമില്ല. പക്ഷെ എഡിറ്റ് ചെയ്യാതെ വളരെ നാച്ചുറൽ, എഡിറ്റ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും, എഡിറ്റ് ചെയ്യാതെ വളരെ നാച്ചുറൽ ആയിട്ട് ഒരു അഭിനയമോ അല്ലെങ്കിൽ ആരുടെയും കോപ്പി അടിക്കുകയോ ഒന്നും അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്നതിലേക്ക് പിന്നീട് അഗ്നി പരീക്ഷയിലേക്ക് കടന്ന് ചെല്ലാൻ കിട്ടും. ഒരിക്കൽ കൂടി പറയുന്നു, ഈ പ്രാവശ്യം ജയിക്കുന്നത് ഒരു കോമണർ ആയിരിക്കും, ഉറപ്പാണ്. നമുക്ക് വീട് കാണാം. ശരി.